ഗുളിക തീർന്നല്ലോ. ഞാൻ ഈ ഗുളിക വാങ്ങിച്ചിട്ട് വരാം. ഇതിനിടയ്ക്ക് സുമതി എല്ലാരും ചോറും കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ? അല്ല, നീ ആ മാധവന്റെ കൂടെ നടക്കണ സുഗുണനല്ലേ? അല്ല, ഞാൻ മാധവന്റെ കൂടെ നടക്കുന്ന സുണകൻ. എന്തൊക്കെ കാര്യം പറയണ്ടേ? അയ്യോ എന്റെ സുഗുണ, അവിടെ ചോറ് നിന്റെ തന്നു വിട്ടോ? ചേച്ചി നല്ല പാർട്ടിയാ. പ്രായപൂർത്തിയായി റോഡ് നടത്തിക്കണം അവളെ. ആശുപത്രിയിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞുവിടാൻ എനിക്ക് കുറച്ച് തന്നുണ്ട്. അതെ, നീ എന്തിനാ തല്ലപ്പെടുന്നത്? അല്ല, ചേച്ചി മെല്ലെ കൈയും കാലും ഒടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചിറക്കാൻ തീരുമാനിച്ചാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒന്നുമില്ല, എവിടെ പറഞ്ഞ നിന്റെ കരുനാക്ക് വെച്ചൊന്നും പറയില്ലേ? നീ ഇവിടെ വന്നേ. എന്റെ ചേച്ചി വാർഡിലേക്ക് പോണെന്ന് വരെ മുകളിലേക്ക് പോണേ. എവിടേക്ക് പോണേ ചേച്ചി? അതെ, ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഗുണ നീ ഒന്ന് എടുത്ത് വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല. എല്ലാ മരുന്നും വാങ്ങണം. മരുന്ന് മാത്രല്ല, ശവപ്പെട്ടിയും ആംബുലൻസ് പുറത്തുനിന്ന് വിളിക്കേണ്ടി വരും. എന്ത്? അല്ല, പുറത്ത് ഭയങ്കര മഴ. ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് എടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്. അതെങ്കിലും തന്നേക്ക്. ഓ, എന്റെ മോശമായിട്ടുള്ളത് ഇവരെന്താ മസിലേറ്റ് കൊടുക്കാരോ? എന്താണെന്ന് അറിയണല്ലോ. ഞാൻ എങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. ഈ വഴി പോയാൽ അവരുടെ കൺമുമ്പിൽ ചെന്നപ്പെടും. അത് വേണ്ട, പുറകുവശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം. ചെന്ന ഉടനെ അവന്റെ തലമുണ്ട നോക്കി ഒറ്റ ഇതെന്താ ചങ്ങാതി? എന്ത് പണിയാ നാരണ നിങ്ങൾ ഈ കാണിച്ചത്? എന്ത് ആവശ്യത്തിന് ആ പൈപ്പിന്റെ മുകളിൽ വരിഞ്ഞു കയറിയത്? നീ ഇങ്ങോട്ട് വന്നാ പിന്നെ കടയിൽ ആരാ ഉള്ളത്? ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് പലഹാരങ്ങൾ മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും. വേദന ഉണ്ടോ ഏട്ടാ? അയ്യോ, പകച്ചയ്ക്ക് ശേഷം ആ സീറ്റ് എടുത്ത് കവർ ചെയ്യാൻ